നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് 2025 ജൂലൈ 1 മുതൽ ജൂലൈ മാസം 7 തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. അതായത് 1200 മിഥുനമാസം 17 തീയതി മുതൽ 23 തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ഗ്രഹനില നിങ്ങൾ ശ്രദ്ധിക്കുക. ലഗ്നത്തിൽ ബുധനുണ്ട്, 2ാം ഭാവത്തിൽ ചന്ദ്രൻ, ചൊവ്വ, കേതു, അഷ്ടമത്തിൽ രാഹു, 9ാം ഭാവത്തിൽ ശനി, 11ാം ഭാവത്തിൽ ശുക്രൻ, 12ാം ഭാവത്തിൽ രവി, ബുധൻ. പലപ്പോഴും ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ വിദ്വാൻ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പണ്ഡിതനാകുക, പല കാര്യങ്ങളിലും നല്ല സാമർഥ്യത്തോടു കൂടി കാര്യങ്ങൾ നീക്കാം. അതാണ് ലഗ്നത്തിലെ ബുധൻ്റെ പ്രത്യേകത. വിദേശയാത്രയ്ക്കൊക്കെ ഈ വാരം സ്വീകരിക്കാം, അനുകൂലമാണ്. തനിക്ക് ധനമുണ്ടാകാൻ ഈ വാരത്തെ ഉപയോഗിക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, ധനാധിപനായ ആദിത്യൻ 12ലാണ് നിൽക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കാശ് കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ആ കാശ് ആരെങ്കിലും തട്ടിത്തെറിപ്പിക്കുക, അല്ലെങ്കിൽ പറിച്ചെടുക്കുക, മോഷ്ടിക്കുക, അപഹരിക്കുക മുതലായ ദോഷങ്ങൾ വരും. രാത്രി വീട്ടിൽ കള്ളൻ വരുന്ന വാരമാണ്. അപ്രകാരം രാത്രി യാത്രയിൽ തൻ്റെ ധനം നഷ്ടപ്പെടുന്ന സമയവുമാണ്. വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കാശുണ്ടാക്കും 12ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ. അതുമാത്രമല്ല, നേത്രസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. ലവിർ ദ്വാദശേ നേത്രദോഷം കരോതി. 12ൽ ആദിത്യന് വരുമ്പോൾ കണ്ണുകൾക്ക് രോഗമുണ്ടാകുന്നു. വിപക്ഷാഹവേ ജായദേശോ ജയശ്രീഹി. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ജയിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ലഗ്നത്തിൽ രേഖാകാരകനായ ബുധനാണ്. അതിനാൽ രേഖാസംബന്ധമായ കേസുകളും തർക്കങ്ങളുമൊക്കെ ഈ വാരത്ത് വരികയാണെങ്കിൽ അത് തന്ത്രപൂർവ്വം പരിഹരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. സ്ഥിതേലിപ്സിയ ലീയതേ ദേഹദുഃഖം. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖദുഃഖം നോക്കാതെ വർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. പിതൃവ്യാപത, അച്ഛൻ മുതലായവർക്ക് വളരെയധികം ക്ലേശങ്ങളുടെ സമയമാണ്. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. 12ൽ സൂര്യൻ നിൽക്കുമ്പോൾ ഹാനിരധ്വപ്രദേശേ, വഴിയിൽ വെച്ചിട്ട് തനിക്ക് അസുഖങ്ങളും അപകടങ്ങളും ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് 9ാം ഭാവാധിപനാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴം. സൂര്യനും 12ലാണ്. അതിനാൽ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ വരും. അവരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ വരാം. അതൊക്കെ തന്ത്രപൂർവ്വം ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്ക് കത്തിക്കുക, വിളക്കിലേക്ക് എണ്ണാതിരി സമർപ്പിക്കുക. അവിടെ ഉത്സവം അല്ലെങ്കിൽ പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ വരുമ്പോൾ അന്നദാനാദി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ധർമ്മദൈവ പ്രീതി വരുത്തുന്നത് വളരെ ഗുണമാണ്. കുടുംബത്തിനോട് രതി താല്പര്യം കുറയുന്ന സമയമാണ്. കാരണം 2ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ അങ്ങനെയൊരു ഫലമുണ്ട്. കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ. തൻ്റെ കുടുംബത്തിനോട് രതി കുറയുക. വശം ദർശനയാതി ദേവാംഗനാവി. നല്ല ദേവസ്ത്രീകൾ തനിക്ക് വന്നു ചേരുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. ചില പുത്തൻ സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്ന വാരമാണ്. കാരണം സുഖാധിപനായ ശുക്രൻ 11ാം ഭാവത്തിൽ വരുന്നു. സ്ത്രീകളുമായുള്ള ചില സൗഹൃദങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില അടുത്ത സുഹൃത്തുക്കൾ വരിക. അപ്പോൾ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായ വിഷയത്തിലൊക്കെ വളരെ അനുകൂലമായി വരും. അന്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മധ്യസ്ഥത പറയുവാനും ഈ വാരം വളരെ ഗുണമാണ്. പക്ഷേ സ്വന്തം പ്രശ്നം തനിക്ക് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊരു യോഗമുണ്ട് ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ. കർക്കിടക രാശിയിൽ നിന്ന് ബുധനാണ്. ദുശ്ചികിത്സാ ഭവന്തി. അന്യരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് അതിന് വഴി കാണിക്കാം, നിർദ്ദേശിക്കാം. പക്ഷേ സ്വന്തം പ്രശ്നം വരുമ്പോൾ പരിഹാരം കുറവായിരിക്കുമെന്ന് ചിന്തിക്കണം കർക്കിടകം രാശിക്കാർ. ഇവിടെ നിർബന്ധമായും പരിഹാരമായി പിതാവുമായി ബന്ധപ്പെടുന്നവർക്ക് മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. ധർമ്മദൈവ സങ്കേതത്തിൽ ഇതാ ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് ധർമ്മദൈവങ്ങളെ സന്തോഷിപ്പിക്കേണ്ട അവസരം വരും. സംക്രമം മലയാള മാസം 1 തീയതി കർക്കിടക മാസം വരാൻ പോവുകയാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അവിടെ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ്. ശിവക്ഷേത്രത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അച്ഛൻ്റെ ആളുകൾ അല്ലെങ്കിൽ പിതാവിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുക. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കർക്കിടക രാശിക്കാർക്ക് ഈ വാരം പ്രതീക്ഷിക്കേണ്ട. സർവ്വമംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.